സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് രാമായണ മാസം 9-ാം ദിവസം. ജഗദീശ്വരനായ പരബ്രഹ്മസ്വരൂപൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമഃ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വനവാസത്തിന് പോകാനൊരുങ്ങുന്ന ആ ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും കണ്ടിട്ട് പൗരജനങ്ങളെല്ലാം വളരെ സങ്കടത്തോടെ ആ വേഷത്തിൽ അവരെ കണ്ട് ഇങ്ങനെ വളരെ സംഭ്രമത്തോടെ സങ്കടത്തോടെ നിൽക്കുന്നതും കാരണം അന്വേഷിക്കുന്നതുമൊക്കെയാണ്. ഇന്ന് അവർ വനത്തിന് പോകാനൊരുങ്ങുന്നു. അവരുടെ വനയാത്രയും ആ രാമസീതാ തത്വവുമാണിന്ന് നിങ്ങളോട് ഞാൻ പങ്കിടുന്നത്. രാമസീതാ തത്വം വസിഷ്ഠ ഗുരു ഈ പൗരജനങ്ങളോട് പറയുന്നതായിട്ടാണ് ശ്രീ എഴുത്തച്ഛൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ശ്രീ മഹേശ്വരൻ ശ്രീ പാർവതീദേവിയോട് പറയുന്നത്. അയോധ്യാകാന്ഡത്തിലെ ഈ ഭാഗത്ത് സുഖദുഃഖങ്ങളെ പറ്റിയും അതുപോലെ കർമ്മഫലത്തെയും ഒക്കെ വിവരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സുഖം ദുഃഖം ഇവയെല്ലാം അനുഭവിക്കുന്നു, കർമ്മഫലങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇന്ന് അയോധ്യാകാന്ഡത്തിലെ ശ്രീരാമതത്വവും അതുപോലെ തന്നെ വനയാത്രയും. കഴിഞ്ഞ ദിവസം, അതായത് 8-ാം ദിവസം, ആ പൗരജനങ്ങളെല്ലാം ശ്രീരാമൻ, ലക്ഷ്മണൻ, സീതാദേവി ഇവർ വനത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വിവരമറിഞ്ഞ് എത്തുകയാണ്. അവരോടൊപ്പം പോകാനായി പൗരജനങ്ങൾ ഒരുങ്ങുന്നു. അത് കണ്ട വസിഷ്ഠ മഹർഷി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നിങ്ങളാരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അതുപോലെ ലക്ഷ്മണനായി വന്നിരിക്കുന്നത് അനന്തനാണ്, ആദിശേഷനായ അനന്തനാഗമാണ്. അതുപോലെ ഈ സീതാദേവി ലക്ഷ്മി ഭഗവതിയാണ്, സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ നിൽക്കുന്ന സീതാദേവി. ആ മഹാവിഷ്ണു സത്വഗുണപ്രധാനനായി ആ ത്രിലോകങ്ങളെയും സംരക്ഷിക്കുന്നു. അതുപോലെ ആ മഹാവിഷ്ണു തന്നെയാണ് ഇപ്പോൾ രാജസ ഗുണങ്ങളോടുകൂടി ശ്രീരാമനായി നിങ്ങളുടെ മുമ്പിൽ ഈ അയോധ്യയിൽ വന്ന് ഈ രഘുവംശത്തിൽ ദശരഥപുത്രനായി അവതരിച്ചിരിക്കുന്നത്. ആ മഹാവിഷ്ണു തന്നെയാണ് തമോ ഗുണപ്രധാനനായി വന്ന് രുദ്രനായി സംഹരിക്കുന്നതും. ഇതെല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ്, ഭഗവാന്റെ അംശം തന്നെയാണ് എല്ലാം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് വസിഷ്ഠ മഹർഷി ഭഗവാന്റെ 10 അവതാരങ്ങളെക്കുറിച്ച് ഈ പൗരജനങ്ങളോട് പറയുകയാണ്. മത്സ്യമായിട്ടാണല്ലോ ആദ്യം അവതാരം എടുക്കുന്നത്. ആ ഹയഗ്രീവൻ വന്ന് ഈ വേദങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോഴാണ് മകരാവതാരം, അതായത് മത്സ്യാവതാരം എടുത്ത് ഈ വേദങ്ങളെ വീണ്ടെടുത്ത് വിധാതാവിന് കൊടുത്തത് ഈ രാഘവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രാഘവൻ എന്നാൽ രഘുവംശത്തിൽ ജനിച്ചവൻ, രഘുവംശം സൂര്യവംശം. അതുപോലെ പാലാഴി കടഞ്ഞു സുരാസുരന്മാർ ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ നമുക്കറിയാം വാസുകിയായിരുന്നു കയറിൻ്റെ സ്ഥാനത്ത്, കടകോലിൻ്റെ സ്ഥാനത്ത് മന്ദരപർവ്വതമായിരുന്നു. അങ്ങനെ കടഞ്ഞു വന്നപ്പോൾ മന്ദരപർവ്വതം പാതാളത്തിലേക്ക് താഴ്ന്നു പോയി. ഉടനെ കൂർമാകൃതി പൂണ്ട്, അതായത് ആമയുടെ രീതിയിൽ അവതരിച്ചിട്ട്, ആ രൂപത്തിൽ അവതരിച്ചിട്ട് ആ മന്ദരപർവ്വതത്തെ തൻ്റെ മുതുകിൽ ധരിച്ചതും ഈ രാഘവൻ തന്നെയാണ്, മറ്റാരുമല്ല. അതുപോലെ ഹിരണ്യാക്ഷനെ കൊന്ന്, ഹിരണ്യാക്ഷൻ ഭൂമിദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോയി രസാതലത്തിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ. അങ്ങനെ ആ ഹിരണ്യാക്ഷൻ എന്ന അസുരനെ കൊന്ന് തൻ്റെ തേറ്റമേൽ ഈ ഭൂമിദേവിയെ പൊന്തിച്ചു കൊണ്ടുവന്ന് വീണ്ടും യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതും ഈ രാഘവൻ തന്നെയാണ്. അതുപോലെ ഭക്തവത്സലനായ ഈ രാഘവൻ തന്നെ ആണ് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനായി നരസിംഹമായി അവതരിച്ചിട്ട് അലറിക്കൊണ്ട് ഹിരണ്യകശിപുവിൻ്റെ മാറിടം തൻ്റെ നഖങ്ങളാൽ കീറി ആ ഭക്തരെ രക്ഷിക്കുന്നതിൽ ചതുരനായ ഈ രാഘവൻ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പുത്രനെ ലഭിക്കാനായിട്ട് പ്രാർത്ഥിച്ച അതിഥി, ആ അതിഥിയുടെ മകനായി ഇന്ദ്രൻ്റെ അനുജനായി പിറന്ന ഭഗവത് ഭക്തനായ മഹാബലി, ആ മഹാബലിയുടെ മുമ്പിൽ വാമനനായി അവതരിച്ചത്. ആ വാമനനായി അവതരിച്ചിട്ട് 3 ലോകങ്ങളെയും 3 അടി മണ്ണിൽ, അതായത് 2 അടി കൊണ്ട് 3 ലോകങ്ങളെയും അളന്ന് 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതെ മഹാബലിയുടെ തലയിൽ ചവിട്ടി താഴ്ത്തുകയായിരുന്നു. അങ്ങനെ ആ വാമനനായി
അവതരിച്ചതും ഈ രാഘവൻ തന്നെ. അങ്ങനെ ആ ഭൂമിയെ വീണ്ടെടുത്ത് ഇന്ദ്രന് നൽകിയതും മരുത്വാൻ എന്ന് പറഞ്ഞാൽ മരുത്വാൻ ഇന്ദ്രനാണ്. ഇന്ദ്രന് നൽകിയതും ഈ രാഘവൻ തന്നെയാണ്. ഇനി ബ്രാഹ്മണ വിദ്വേഷികളായ ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കാനായി ഭൂമിയിൽ പരശുരാമനായി ഭാർഗവരാമനായി പിറന്നതും ഈ രാഘവൻ തന്നെയാണ്. ഭൂമിയിൽ ഇപ്പോൾ സീതാപതിയായി, ധാത്രീ സുതാപതിയായി. സുതാപതി എന്നാൽ ഭൂമി സുതാപതി, ഭൂമി സുതയുടെ ഭർത്താവ്. രാക്ഷസവംശത്തെ ഒന്നൊന്നായി നശിപ്പിക്കാനായിട്ട് ആ ധാത്രീഭാരം, അതായത് ഭൂമിയുടെ ഭാരം തീർക്കാൻ ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭൂമി. ആ അധർമ്മികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമി, അവരെ കൊണ്ട് ദുഃഖിക്കുന്ന ഈ ഭൂമിദേവിയുടെ ദുഃഖത്തിന് അറുതി വരുത്താനായി, ഈ ഭൂമിദേവിയെ ആ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാനായി, ധർമ്മത്തെ രക്ഷിക്കാനായി, ദശരഥപുത്രനായി, പുരുഷോത്തമനായി, അജനായി, അവ്യനായി, നാരായണനായി, ഇങ്ങനെ ഈ രാവണ നിഗ്രഹത്തിന് വേണ്ടി ഈ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്, ഈ സൂര്യവംശത്തിൽ വന്ന് ഈ ദശരഥപുത്രനായി അവതരിച്ച് ഇപ്പോൾ ഈ വനത്തിലേക്ക് പോയിരിക്കുന്നത് ശ്രീരാമൻ. ആ ശ്രീരാമൻ വനത്തിലേക്ക് പോകാൻ കാരണം രാജാവോ കൈകേയിയോ മന്ധരയോ ഒന്നുമല്ല. അത് നിങ്ങളറിയണം. ആ സത്യമാണ് രാമസീതാ തത്വം എന്ന് പറഞ്ഞ് ഈ വസിഷ്ഠ മഹർഷി ഇപ്പോൾ പറയാൻ പോകുന്ന ആ സർവവ്യാപിയായ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് രാഘവൻ. ആ യോഗമായാദേവിയായ ഭഗവതി തന്നെയാണ് സീതാദേവി. അവർ പെട്ടെന്ന് രാജാവിൻ്റെ വാക്കുകൾ കേട്ടുപോയതൊന്നുമല്ല. ഇന്നലെ ആ രാമനെ വന്നു കണ്ട് നാരദ മഹർഷി ആ അവതാരോദ്ദേശം ഓർമ്മിപ്പിച്ചിരുന്നു. അതിന് പ്രകാരമാണ് രാഘവൻ ഇന്ന് വനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ദുഃഖം വെടിഞ്ഞ് രാമ രാമ എന്ന് ജപിക്കുക. ഇങ്ങനെ രാമനാമം നിത്യവും ജപിക്കുന്നവന് മൃത്യുഭയമേ ഉണ്ടാവുകയില്ല, ഒരു പാപവും അവനെ സ്പർശിക്കുകയില്ല, തന്നെയല്ല മോക്ഷവും സിദ്ധിക്കും. ഭഗവാൻ നിഷ്കളനാണ്, നിർഗുണനാണ്. അതുപോലെ തന്നെ ആ ഭഗവാനെ, ആ പരമാത്മസ്വരൂപനായ ആ ഭഗവാനെ ഈ ഇഹലോകത്തിലുള്ള ഒന്നും, അതായത് സുഖം ദുഃഖം എന്നുള്ള വികല്പമൊന്നും ബാധിക്കുകയില്ല. ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുകയാലാണ് അവരുടെ ദുഃഖം നിവാരണം ചെയ്യുന്നതിനായിട്ടാണ്. ആ ഭക്തജനങ്ങൾ എന്നെ ദുഃഖത്തിൽ നിന്നും കരകയറ്റണേ ഭഗവാനെ എന്നല്ലേ പ്രാർത്ഥിക്കുക. എനിക്കെന്നും സന്തോഷം തരണേ, സമാധാനം തരണേ, എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരണേ എന്ന് പറഞ്ഞല്ലേ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. ആ ഭഗവാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് ആ രാവണനെ വധിക്കാനായി. പണ്ട് ദശരഥൻ പ്രാർത്ഥിച്ചിരുന്നു. ദശരഥനും കൗസല്യയും അവരുടെ പൂർവ്വജന്മത്തിൽ അദിതിയും കശ്യപനുമായിരുന്നു. അവർ ഭഗവാൻ മകനായി ജനിക്കണം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മം ദശരഥനായും കൗസല്യയായും അവർ ജനിക്കുകയും അവരുടെ മകനായി ഈ ശ്രീരാമനായി ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുകയും ചെയ്തത്. ഇപ്രകാരം ഗുരു പറഞ്ഞത് കേട്ട് പൗരജനങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ, ഭഗവാനാണല്ലോ തങ്ങളുടെ മുൻപിൽ നിന്നിരുന്നത്, ആ ശ്രീരാമകുമാരൻ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ആണല്ലോ എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രീരാമൻ്റെയും സീതയുടെയും രഹസ്യം ഇങ്ങനെ ധ്യാനിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും തങ്ങളുടെ ദുഃഖം മറന്ന്, ദുഃഖങ്ങളെല്ലാം നശിച്ച്, ആ ഭക്തി വർദ്ധിച്ചിട്ട് പാപങ്ങളെല്ലാം നശിച്ച് ആ ഭഗവത് പ്രിയന്മാരായി ഭവിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് രാമസീതാ തത്വം എന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ആ ശ്രീരാമൻ്റെയും സീതയുടെയും വനയാത്രയാണ് നോക്കുന്നത്. ആ സീതാലക്ഷ്മണന്മാരോടൊപ്പമുള്ള ആ ശ്രീരാമൻ്റെ വനയാത്ര എങ്ങനെയാണെന്ന് കേൾക്കാൻ. ഭഗവാൻ ശ്രീരാമൻ അച്ഛൻ വസിക്കുന്ന ആ രാജമന്ദിരത്തിൽ ചെന്ന് ഒട്ടും ദുഃഖമില്ലാതെ, അതായത് ഭഗവാൻ പോകുന്നത് ഭഗവാന്റെ ആ നിയോഗമാണ്. രാവണനെ വധിക്കാൻ വേണ്ടി രാജകൊട്ടാരത്തിൽ ശ്രീരാമനായി യുവരാജാവായി അഭിഷേകം നടത്തി രാജഭരണം നടത്തിയാൽ അഭിഷേകോദ്ദേശം പൂർണ്ണമാവും എന്നല്ലാതെ അവതാരോദ്ദേശം പൂർണ്ണമാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ കൈകേയിയോട് ഇപ്രകാരം പറയുകയാണ്: അമ്മേ, വ്യസനിക്കേണ്ട, ഞങ്ങൾ 3 പേരും വനവാസത്തിനായി ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. താതൻ ആജ്ഞാപിച്ചാൽ മാത്രം മതി എന്ന് പറയും. ഇത് കേട്ട ഉടനെ കൈകേയി പെട്ടെന്ന് ചാടി എഴുന്നേറ്റിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത് പോലെയാണ് കൈകേയി പെട്ടെന്ന് അങ്ങനെ പ്രവർത്തിച്ചത്. പെട്ടെന്ന് അകത്ത് പോയിട്ട് താൻ കരുതി വച്ചിരുന്ന ആ വനവാസത്തിനുള്ള മരവുരി, വൽക്കലം, അങ്ങനെയുള്ള ആ വേഷമെല്ലാം എടുത്തുകൊണ്ടുവന്ന് ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. ഭഗവാൻ ശ്രീരാമനും ശ്രീരാമൻ്റെ അനുവാദത്തോടെ തന്നെ ലക്ഷ്മണനും ആ വേഷം ധരിക്കുകയാണ്.
പക്ഷേ സീതാദേവിക്ക് അത് ധരിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് എങ്ങനെ ധരിക്കും എന്ന് വിചാരിച്ച് ഭഗവാനെ ഒന്ന് നോക്കുകയാണ്. മനുഷ്യ സഹജമായിട്ടുള്ള ഒരു നോട്ടം, ലജ്ജയോടുകൂടി. അത് മനസ്സിലാക്കുന്ന ഭഗവാൻ ആ വേഷം വാങ്ങി സീതാദേവിയുടെ ദിവ്യാംബരത്തിന് മുകളിൽ, അതായത് ദിവ്യമായ ആ രാജകീയ വസ്ത്രത്തിന് മുകളിൽ വെച്ച് എങ്ങനെയാണ് ധരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ഇത് കണ്ട്, അതായത് ആ രാജകീയ വസ്ത്രമൊക്കെ മാറ്റിവെച്ച ആ വനവാസത്തിനുള്ള വേഷം ധരിച്ച അവരെ കണ്ടിട്ട് അവിടെ കൂടിയിരുന്ന പൗരജനങ്ങളും അതുപോലെ തന്നെ പരിചാരകർ, സേവകന്മാർ, മറ്റുള്ളവർ, രാജമാതാക്കൾ എല്ലാവരും വളരെ സങ്കടത്തോടെ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. അത് കണ്ട വസിഷ്ഠ മഹർഷിക്ക് ഒട്ടും സഹിച്ചില്ല. ആ വസിഷ്ഠ മഹർഷി കൈകേയിയെ അതികഠിനമായ കോപത്തോടുകൂടി ഇങ്ങനെ ശകാരിക്കുകയാണ്. ദുഷ്ടേ, രാക്ഷസി, നീ രാമനെ വനത്തിലേക്ക് വിട്ടു, അതിന് ആ വരം വാങ്ങിച്ചു അങ്ങനെ ചെയ്തെങ്കിലും ഈ പാവം സീതാദേവി എന്ത് പാപമാണ് നിന്നോട് ചെയ്തത്? എന്തിനാണ് ഈ പാവത്തിനെ ഇങ്ങനെ മരൂരിയെല്ലാം ഉടുപ്പിക്കുന്നത്? പതിവ്രതയായ ജാനകി തൻ്റെ ഭർത്താവിനെ അനുഗമിക്കുന്നു. അത് അവരുടെ ആ പതിവ്രതാധർമ്മം. അതിന് ആടയാഭരണങ്ങളോടെ പോകാൻ എന്താണ് വിരോധം നിനക്ക്? അവർ ഭർത്താവിനെ ശുശ്രൂഷിച്ച് കൂടെ താമസിക്കുന്നതുകൊണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കും. അത് ആ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കുക, ഭർത്താവിനെ അനുഗമിക്കുക, ഭർതൃധർമ്മം നിറവേറ്റുക, അല്ലെങ്കിൽ ആ ഭാര്യാധർമ്മം നിറവേറ്റുക, ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? അതിന് നീ എന്തിനാണ് ഇങ്ങനെ ഈ മരവുരി ധരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത് എന്ന് ചോദിച്ച് വസിഷ്ഠ മഹർഷി കഠിനമായി ശകാരിക്കുകയാണ് അവർ. പെട്ടെന്ന് തന്നെ ദശരഥ മഹാരാജാവ് ഇതൊന്നും കാണാനും കേൾക്കാനും ത്രാണിയില്ലാതെ സുമന്ത്രരെ വിളിച്ച് രഥം കൊണ്ടുവരുവാൻ ആജ്ഞാപിക്കുകയാണ്. അനന്തരം ഭഗവാൻ ശ്രീരാമൻ്റെ മുഖത്തേക്ക് നോക്കി വല്ലാതെ ദുഃഖിച്ച് കരഞ്ഞ്, രാമായ, ലക്ഷ്മണ, സീതേ, നിങ്ങളിങ്ങനെ പോകുന്നല്ലോ എന്നുള്ള ദുഃഖത്തോടുകൂടി അവരെ വിളിച്ച് കരയുകയാണ്. ആ ത്രിലോകാഭിരാമാങ്കായ എന്നാണ് പറയുന്നത്. അതായത് 3 ലോകത്തിൽ ഇത്രയും സുന്ദരമായ അംഗങ്ങളോടുകൂടിയ വേറെ ആരുമില്ല, അങ്ങനെയുള്ള ശ്രീരാമ എന്ന് പറഞ്ഞ് കരയുകയാണ്. നിന്നെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ജീവിക്കും? നിന്നെ പിരിഞ്ഞാൽ എൻ്റെ പ്രാണൻ തന്നെ പോകുമെന്ന് പറഞ്ഞ് ഈ ദശരഥ മഹാരാജാവ് വല്ലാതെ ദുഃഖിച്ച് ഇരിക്കുകയാണ്. സുമന്ത്രർ രഥവുമായി അപ്പോഴേക്ക് എത്തുന്നു. 3 പേരും അച്ഛനെ വണങ്ങി, അതായത് ദശരഥ മഹാരാജാവിനെ വണങ്ങിയിട്ട് ഓരോരുത്തരായി തേരിൽ കയറുകയാണ്. അവിടെ ലക്ഷ്മണൻ ആയുധസന്നദ്ധനായിട്ടാണ് പോകുന്നത്. അമ്പ്, വില്ല്, അതുപോലെ വാൾ മുതലായ ആയുധങ്ങൾ തൻ്റെ കയ്യിലെടുത്ത് ലക്ഷ്മണനും അച്ഛനെ വണങ്ങിയതിന് ശേഷം തേരിൽ കയറും. പുറപ്പെടാൻ നേരം ദശരഥൻ നിൽക്ക് പോകരുതെന്ന് പറഞ്ഞ് തടയുന്നുണ്ടെങ്കിലും തേര് നിർത്തണ്ട, ഗച്ഛ എന്ന് പറഞ്ഞ് പോകാൻ പറഞ്ഞ് തേര് മുൻപോട്ട് നടത്തുകയാണ് സുമന്ത്രരോടൊപ്പം. അതുപോലെ തന്നെ ആ പൗരജനങ്ങളെല്ലാം അവരെ അനുഗമിക്കുകയാണ്. ഞങ്ങളുടെ കണ്ണുകൾക്ക് അമൃതായിരുന്ന ഈ സുന്ദര രൂപം ഇനി എങ്ങനെ കാണാൻ പറ്റും? ഞങ്ങൾക്ക് എങ്ങനെ കാണാതെ ഞങ്ങൾ കഴിയുമെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് ഭഗവാൻ ശ്രീരാമനെ അനുഗമിക്കുകയാണ് പൗരജനങ്ങളെല്ലാം. ആ ഭഗവാൻ പോയതിന് ശേഷം, ശ്രീരാമൻ പോയതിന് ശേഷം ദശരഥൻ ഭൃത്യന്മാരോട് ഉടനെ തന്നെ പറഞ്ഞു, ആ ശ്രീരാമൻ്റെ മാതാവായ കൗസല്യയുടെ അറയിലേക്ക് എന്നെ എടുത്തുകൊണ്ടുപോയി വയ്ക്ക്. അതായത് അങ്ങനെ ആജ്ഞാപിക്കുകയാണ്. രാമനെ പിരിഞ്ഞ് ജീവിക്കുന്നതിൽ ഭേദം മരണമാണ്, പക്ഷേ അങ്ങനെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിച്ച് മോഹിച്ച് വീഴും. വീണ്ടും ബോധം എഴുന്നേറ്റ് രാമ എന്ന് കരഞ്ഞുകൊണ്ട് അങ്ങനെ കൗസല്യയോടുകൂടി പിന്നീടുള്ള ദിവസങ്ങളിൽ താമസിക്കുകയാണ്. അവിടെ നിന്ന് യാത്ര തിരിച്ച രാമലക്ഷ്മണന്മാരും സീതയും സന്ധ്യയോടെ തമസാ നദീതീരത്തെത്തുന്നു. അവിടെ എത്തുമ്പോൾ ആ ജലം മാത്രം കുടിച്ച് മറ്റാഹാരങ്ങളൊന്നുമില്ലാതെ ഒരു വൃക്ഷച്ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ് ശ്രീരാമനും സീതയും. ലക്ഷ്മണനാണെങ്കിൽ ആയുധങ്ങളെല്ലാം എടുത്തിങ്ങനെ കാവൽ നിൽക്കുകയാണ്. വന്യജന്തുക്കളോ അതുപോലെ രാക്ഷസന്മാരോ ഒക്കെ വന്ന് ഈ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠതയെയും ആക്രമിച്ചാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി അവരെ അനുഗമിച്ചിരുന്ന ശ്രീരാമനെ പൗരജനങ്ങളെല്ലാം അനുഗമിച്ചിരുന്നല്ലോ. അയോധ്യയിലേക്ക് വരുന്നില്ല എങ്കിൽ ഞങ്ങളും ശ്രീരാമൻ്റെ കൂടെ, അതായത് യുവരാജാവായ രാമകുമാരൻ്റെ കൂടെ ഞങ്ങളും കാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞാണ് അവർ ശ്രീരാമൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ച അവരും അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. ഇങ്ങനെ തളർന്നുറങ്ങുന്ന ഇവരെ എല്ലാം കണ്ടിട്ട് ശ്രീരാമൻ വിചാരിക്കുകയാണ്, നേരം പുലർന്നാൽ ഇവരെല്ലാം ഇങ്ങനെ എന്നെ അയക്കില്ല, അതുകൊണ്ട് അയോധ്യയിലേക്കാണെങ്കിൽ തിരിച്ചു പോകാനും പറ്റില്ലല്ലോ, അത് സത്യലംഘനമാവില്ലേ. അങ്ങനെ അയോധ്യയിലേക്ക് പോകാതെ കാട്ടിലേക്ക് പോകാൻ തന്നെയാണ് ശ്രീരാമന് പറ്റുള്ളൂ. അങ്ങനെ ശ്രീരാമൻ വിചാരിക്കുകയാണ്, ഇവരെ ഉണർന്നെഴുന്നേക്കുന്നതിന് മുമ്പ് പോകണം, ഉണർന്നാൽ ഇവരാരും എന്നെ പോകാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് സുമന്ത്രരോട് ആലോചിച്ച് വേഗം തന്നെ രഥത്തിൽ കയറി ആ രാത്രി തന്നെ ഈ പൗരജനങ്ങളും എല്ലാം അറിയാതെ അവിടെ നിന്ന് പോവുകയാണ്.
നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ശ്രീരാമനെ കാണാതെ ഈ ജനങ്ങളെല്ലാം വളരെ ദുഃഖിച്ച് അവർ അയോധ്യയിലേക്ക് തിരിച്ചും പോയി. അങ്ങനെ ഈ ശ്രീരാമനും ലക്ഷ്മണനും സീതയും യാത്ര ചെയ്ത് അവർ ഇങ്ങനെ ഗംഗാതീരത്തെത്തുകയാണ്. അവിടെ ഗംഗാനദിയിൽ കുളിച്ച് പ്രഭാതവന്ദനത്തിന് ശേഷം ശൃംഗിവേരം എന്ന പ്രദേശത്തിനടുത്ത് എത്തുകയാണ്. അവിടെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശിംശുഭ വൃക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഇരുവൂൾ എന്നാണ്. എനിക്കറിയില്ല കേട്ടോ അതെന്ത് മരമാണെന്ന്. ശിംശുഭ വൃക്ഷം എന്ന് വെച്ചാൽ ഈ അശോകമരം എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. ഇതിങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കത് എന്താണെന്നൊരു സംശയം ഉണ്ടായത്. നിങ്ങളുടെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതെന്താണെന്ന് എഴുതി കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ആ ശിംശുഭ വൃക്ഷ ചുവട്ടിൽ ഇങ്ങനെ അവർ വിശ്രമിക്കുമ്പോൾ അവിടെ വെച്ച് ഈ ശ്രീരാമൻ്റെ ഇഷ്ട സുഹൃത്തായിരുന്ന ഇഷ്ടവയസ്യനായ കിരാതനായ ഈ ഗുഹൻ എന്ന നൈഷാദൻ ശ്രീരാമനെ കാണാനായി എത്തുകയാണ്. ശ്രീരാമൻ അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് വരുന്നത് വെറുതെ ഒന്നുമല്ല, വെറും കയ്യോടെ ഒന്നുമല്ല വരുന്നത്. വനവിഭവങ്ങൾ, അതായത് ഫലമൂലങ്ങൾ, കഴിക്കാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളും വനത്തിൽ നിന്ന് ശേഖരിച്ചാണ് സുഹൃത്തിനെ കാണാൻ വരുന്നത്. ആ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഗുഹന് വലിയ സങ്കടമായിപ്പോയി. ഇങ്ങനെ ഈ രാജകുമാരനെ അവിടെ നിന്ന് പുറത്താക്കിയതാണ്, വനവാസത്തിനായിട്ട് അച്ഛൻ പറഞ്ഞയച്ചതാണ്, കൈകേയിയാണ് കാരണം എന്നൊക്കെ അറിഞ്ഞപ്പോൾ വേഗം ഗുഹൻ പറയുകയാണ്, ഇത് നൈഷാദ രാജ്യമാണ് എൻ്റെ, കള്ളം, ചതി, വഞ്ചന, കാപട്യം ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇനി ഇവിടെ താമസിച്ച് എൻ്റെ ഈ ജന്മം സഫലമാക്കണം എന്ന് പറഞ്ഞ് താൻ കൊണ്ടുവന്നതൊക്കെ ശ്രീരാമന് കാഴ്ചവെക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയുക, ചങ്ങാതി ഗുഹ, നീ പറഞ്ഞതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണ്, മധുരമുള്ള വാക്കുകളാണ്, കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ 14 വർഷം വനവാസം കഴിയുവോളം ഗ്രാമങ്ങളിലോ വീടുകളിലോ ഒന്നും എനിക്ക് താമസിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർ തരുന്ന ഭക്ഷണം കഴിക്കുന്നതും നിഷിദ്ധമാണ്, അത് സത്യലംഘനമാണ്. ഈ രാജ്യം എൻ്റെ തന്നെയാണ് എന്ന് വിചാരിച്ച് നീ തന്നെ അങ്ങ് ഭരിച്ചുകൊള്ളുക. നീ കൊണ്ടുവന്ന വടക്ഷീരം മാത്രം എനിക്ക് തരിക, അത് ഞാൻ കുടിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. വടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആലാണെന്നറിയാം അല്ലേ. ആ വടക്ഷീരം എന്ന് പറഞ്ഞാൽ ആലിൽ നിന്ന് കിട്ടുന്ന കറയായിരിക്കും എന്ന് വിചാരിക്കാം. തൽക്ഷണം ഗുഹൻ താൻ കൊണ്ടുവന്ന വടക്ഷീരം ശ്രീരാമന് കൊടുക്കുന്നു. അവർ 3 പേരും കൂടി അത് കുടിക്കുകയും ചെയ്യുന്നു. എല്ലാവരും, അതായത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗുഹനും കൂടി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. കുറച്ച് രാത്രിയായപ്പോൾ ശ്രീരാമനും സീതയും ആ മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ലക്ഷ്മണൻ ആയുധങ്ങളും ഏന്തി ഗുഹനോടുകൂടി കാവൽ നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട്, അതായത് തൻ്റെ സ്വാമിയായ ആ ശ്രീരാമനും സീതാദേവി ഇങ്ങനെ മരച്ചുവട്ടിൽ ആ രാജമന്ദിരത്തിൽ പട്ടുമെത്തമേൽ കിടക്കേണ്ട അവർ രണ്ടുപേരും ഇങ്ങനെ മരച്ചുവട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ട് അത് ഗുഹന് വലിയ സങ്കടമായിപ്പോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ അവസ്ഥയ്ക്ക് കാരണക്കാരിയായ കൈകേയിയെ ഗുഹനും ശകാരിക്കുകയാണ്. ഗുഹൻ അങ്ങനെ ശകാരിക്കുന്നത് കേട്ടപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഗുഹൻ്റെ വാക്കുകളെ തടഞ്ഞിട്ട് പറഞ്ഞു, സുഹൃത്തെ അങ്ങനെ പറയരുത്, ഞാൻ പറയുന്നത് നീ വളരെ ക്ഷമയോടെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആ സംസ്കൃതത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ കസ്യ ദുഃഖസ്യ കോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുസ്സഖേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖകാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ സുഖദാതാ വിധി വൃഥ. തോന്നുന്നിത് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കസ്യ ദുഃഖസ്യ, ആരുടെ ദുഃഖം അതിനാര് കാരണം, ആരുടെ സുഖം അതിന് ആര് കാരണം, ആരും കാരണമല്ല സുഖവും ദുഃഖവും ഉണ്ടാകുന്നതെന്നർത്ഥം. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. നമ്മൾ ചെയ്യുന്ന മുൻജന്മത്തിൽ ചെയ്യുന്ന നമ്മളുടെ കർമ്മമാണ് നമുക്ക് സുഖമായിട്ടും ദുഃഖമായിട്ടും സുഖവും ദുഃഖവും വരുന്നതിന് കാരണം. സുഖദുഃഖങ്ങൾ ദാനം ചെയ്തിട്ടല്ല നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ദാനം ചെയ്യുവാൻ ആരുമില്ലെന്ന് തന്നെ വിചാരിക്കുക. ഏകൻ മമ സുഖദുഃഖദാത എന്ന് പറഞ്ഞാൽ ആ ലോകത്തിൽ ഈ ദുഃഖം ദാനം ചെയ്യാനും ആരുമില്ല, അതുപോലെ തന്നെ സുഖം ദാനം ചെയ്യാനും ആരുമില്ല. ആ വൃഥ ഇങ്ങനെ തോന്നുന്നത് അജ്ഞാനികൾക്കാണ്, അറിവില്ലാത്തവർക്കാണ്, പരമാത്മജ്ഞാനമില്ലാത്തവർക്കാണ്. അതുപോലെ ഈ ബുധന്മാർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരാണ്.
ബുധന്മാർക്ക് ഇങ്ങനെയൊന്നും തോന്നുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പൂന്താനവും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്ന ജ്ഞാനപ്പാനയിൽ. വളരെ ലളിതമായ കൃതിയല്ലേ ജ്ഞാനപ്പാന, നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ ഒന്നു കണ്ടു ചമച്ചോരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും ബ്രഹ്മവാദിയായി ചേരുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും കർമ്മപാശത്തെ ലംഘിക്കയെന്നതു ബ്രഹ്മാവിനു മേളുതല്ല നിർണയം. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിന്നത്ര നേടുന്നു കർമ്മങ്ങൾ സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിന്നത്ര നേടുന്നു ജീവന്മാർ. തങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ ഫലം അന്യലോകങ്ങളിൽ പോയി ഭുജിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. തങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അന്യലോകങ്ങളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അടുത്ത ജന്മത്തിലും നമ്മളെ പിന്തുടരുന്നു, അത് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് പൂന്താനവും പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ ലക്ഷ്മണൻ ഗുഹനോട് പറയുന്നത്. സുഖത്തിനും ദുഃഖത്തിനും ആര് കാരണം? നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്യുന്ന കർമ്മമാണ് നാം അനുഭവിക്കുന്നത്. നല്ല കർമ്മങ്ങൾ ചെയ്താൽ, അതായത് നമ്മൾ നന്മ ചെയ്താൽ അതിൻ്റെ ഫലം നന്മയായിരിക്കും, സുഖമായിരിക്കും. ഇത് ആരെങ്കിലും തരുന്നു, അതായത് ആരെങ്കിലും ദാനം തന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ ഒന്നുമല്ല ഈ ദുഃഖവും സുഖവും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആ ദുഃഖവും ആരും കൊടുക്കുന്നതുമല്ല. അങ്ങനെ അത് ഒരവസ്ഥയാണ് ഈ സുഖം ദുഃഖം എന്നുള്ളത്. അത് കർമ്മഫലമാണ്. നല്ലത് ചെയ്താൽ ഇതിൻ്റെ ഫലം നന്മയായിരിക്കും, സുഖമായിരിക്കും. പാപങ്ങൾ അധർമ്മ ഇവയൊക്കെ ചെയ്താലോ ഫലം തിന്മയായിരിക്കും. എനിക്ക് മാത്രം ഭഗവാൻ ദുഃഖം തന്നു എന്ന് വിചാരിക്കുന്നവൻ മൂഢനാണ്, ബുദ്ധിഹീനനാണ്. വിവേകമുള്ളവർക്ക് ഇങ്ങനെയുള്ള തോന്നലൊന്നും ഉണ്ടാവുകയില്ല. ദുഃഖം സുഖം ഇവയൊക്കെ നമ്മുടെ പ്രവൃത്തികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വന്നു കൂടുന്നതെല്ലാം അനുഭവിക്കുക. നമ്മൾ പറയില്ലേ എല്ലാം വിധിയാണെന്ന് പറയുന്നില്ല, അത് വിധി തന്നെയാണെന്നാണ് ഇവിടെ ലക്ഷ്മണനും പറയുന്നത്. ആ വിധി അനുശാസിക്കുന്നത് എന്താണോ, നീ സുഖം അനുഭവിക്കുക എന്ന് ഭഗവാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്, ദുഃഖം അനുഭവിക്കുക എന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വിധിയാണ്, അത് നമ്മൾ അനുഭവിച്ചേ തീരൂ. ഇനി അത് എല്ലാവർക്കും എന്നും ദുഃഖം തന്നെയായിരിക്കുമോ? അല്ല. സുഖം തന്നെയായിരിക്കുമോ? അങ്ങനെയുമല്ല. ഇത് ദുഃഖം കഴിഞ്ഞാൽ പിന്നെ സുഖം വരും, സുഖം കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം നമുക്ക് ദുഃഖമായിരിക്കും. ഇത് ലോകനീതിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ പകൽ കഴിഞ്ഞാൽ രാത്രി, ആ രാത്രി അവസാനിച്ച് കഴിയുമ്പോഴോ വീണ്ടും സൂര്യൻ ഉദിക്കുന്നു, പകൽ വരുന്നു. അതുപോലെ തന്നെയാണ് സുഖദുഃഖങ്ങളും. ഒന്ന് പോയിട്ട് മറ്റൊന്ന് വരും. ഇവ മാറി മാറി വരും, ഇല്ലെങ്കിൽ മധ്യയായി വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവ രണ്ടും എന്തായാലും കൂടിച്ചേർന്നിരിക്കുന്നു. ജലവും പങ്കവും പോലെ. ജലം നമുക്കറിയാം, ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ചതുപ്പ് നിലം പോലെ കിടക്കും, ഇങ്ങനെ വറ്റി ആ ചെളി പോലെ കിടക്കും. അതാണ് ജലം പങ്കം എന്ന് പറഞ്ഞിരിക്കുന്നത്. കുഴഞ്ഞ പരുവത്തിൽ അതിന് വേറെ ആക്കാൻ പറ്റത്തില്ല. ഈ സുഖവും ദുഃഖവും അതുപോലെ തന്നെ കൂടിച്ചേർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആയതിനാൽ വിവേകശാലികളായവർ, അതായത് ബുദ്ധിയുള്ളവർ, പണ്ഡിതന്മാർ ഈ രണ്ടവസ്ഥകളെയും ഒരേപോലെ കാണുന്നു. അവർ വിചാരിക്കും ഇത് എൻ്റെ വിധിയാണ്, ഭഗവാൻ ഇതാണ് എനിക്ക് വിധിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ട് അവർ ഒരേപോലെ അനുഭവിക്കും ഇതിനെ. അവർക്ക് സുഖവും ദുഃഖവും ഒക്കെ ഒരുപോലെയാണ്. സുഖത്തിൽ ഇങ്ങനെ അമിതമായ, ഇപ്പോൾ ലോട്ടറി അടിക്കുമ്പോൾ അതിൽ അമിതമായ സന്തോഷമൊന്നുമില്ല. അല്ലെങ്കിൽ സുഖമുള്ള എന്തെങ്കിലും അവസ്ഥ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും വളരെ വലിയ സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അവർക്ക് വലിയ ആഹ്ലാദ പ്രകടനമൊന്നും കാണത്തില്ല. അവർ വളരെ സമചിത്തതയോടെ ഇരിക്കും. ഇത് ഇത്ര നിസ്സാരം എന്നുള്ള ഇതിൽ. അതുപോലെ തന്നെ ഈ ഭൂലോകത്തിൽ ദുഃഖം വരുമ്പോഴും അവരങ്ങനെ തന്നെയാണ്. ഈ ബുദ്ധിയില്ലാത്തവരാണ് അതിനെയെല്ലാം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കരഞ്ഞ് വിളിച്ചൊക്കെ ഇരിക്കുന്നത്. എനിക്ക് മാത്രം എന്താ ഭഗവാൻ ഇങ്ങനെ വെച്ചത് എന്ന് ചോദിച്ച് ദുഃഖിച്ചിരിക്കുന്നത് ബുദ്ധിയില്ലാത്തവരാണ്, വിവേകശൂന്യരാണ്. ഈ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും അമിതമായ ശോകവുമില്ല, അമിതമായ ആഹ്ലാദ പ്രകടനവുമില്ല. ദുഃഖം വരുമ്പോഴും അവർ ഒരേ അവസ്ഥ തന്നെ, സമചിത്തതയോടെ അവർ കാര്യങ്ങളെ കാണും. ഹിതമായാലും അഹിതമായാലും ഒരേ മാനസികാവസ്ഥയായിരിക്കും അവർക്ക്. ഇതെല്ലാം ആ മഹാമായയുടെ വികൃതികളാണെന്ന് അവർക്കറിയാം. ഇത് പരമാത്മാവിൻ്റെ ഒരു ലീലയാണ് ഇതെല്ലാം എന്ന്
ബുദ്ധിയുള്ളവർക്കറിയാമെന്ന് ഇങ്ങനെ പറയുകയാണ് ലക്ഷ്മണൻ ഗുഹനോട്. ഇങ്ങനെ പറഞ്ഞിരിക്കെ സൂര്യൻ ഉദിച്ചു. എല്ലാവരും നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ഗുഹൻ തോണി വരുത്തുകയാണ്. ഗംഗാനദി കടക്കണ്ടേ, എല്ലാവരും തോണിയിൽ കയറിയിരിക്കുന്നു. ആ സീതാദേവി ദേവിയെ നോക്കി സ്തുതിക്കുകയാണ്. ഗംഗേ ഭഗവതീ ദേവി നമോസ്തുതേ, സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ നമ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ, ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ. രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നതിനിടയ്ക്ക് തോണി ഗംഗാനദിയുടെ മറുകരയ്ക്ക് എത്തുകയാണ്. ഗുഹൻ രാമനെ അനുഗമിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങ് അനുവദിച്ചില്ലെങ്കിൽ ഞാൻ പ്രാണൻ ത്യജിച്ചു കളയുമെന്ന് വരെ പറയുകയാണ് ഗുഹൻ. ഏണാംഗ ബിംബാനന ജഗദീപതേ, ഭഗവാനെ ശ്രീരാമചന്ദ്ര, അങ്ങ് എന്നെയും അനുവദിക്കണം അങ്ങയെ അനുഗമിക്കാൻ എന്ന് പറഞ്ഞു. പക്ഷേ ശ്രീരാമൻ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇത് 14 വർഷങ്ങൾ വനത്തിൽ വസിച്ചതിന് ശേഷം ഞങ്ങൾ ഈ വഴി തന്നെ മടങ്ങി വരും. ചങ്ങാതി, നീ സുഖമായി ഇവിടെ വസിക്കുക, ഞങ്ങളെ ഓർത്തൊന്നും ഒട്ടും ദുഃഖിക്കേണ്ട. ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഗുഹനെ തിരികെ അയക്കുകയാണ്. ഗുഹൻ തോണിയിൽ കയറി പോകുന്നു. അവിടെ സാഷ്ടാംഗം പ്രണമിച്ച് ഭഗവാനെ വന്ദിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന ഗുഹനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ഈ ഭാഗം അവസാനിക്കുകയാണ്. നാളെ 10ാം ദിവസം അവർ 3 പേരും കൂടെ ഭരദ്വാജ ആശ്രമത്തിലും അതുപോലെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലും എത്തുന്നതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ.